നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം വലിയ വിവാദമായി അവസാനം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ ആ കേസ് തള്ളിപ്പോകും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അത് സുപ്രീം കോടതി എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു വിഷയം. മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BS ഗവായി അദ്ദേഹത്തിന് അയ്യപ്പനും അയ്യപ്പ സംഗമവും വിശ്വാസ സംഗമവും ഇതൊന്നും മനസ്സിലാകുന്ന ആളല്ല. അതിന് മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് പരിപാടി? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിശ്വാസികൾ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി പോകുന്നല്ലാതെ സർക്കാർ ഇതൊന്ന് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലവുമില്ല. അപ്പോൾ ജസ്റ്റിസ് BS ഗവായി അങ്ങ് ചോദിച്ചപ്പോൾ വിനോദ് ചന്ദ്രൻ എന്ന ജസ്റ്റിസ് മലയാളി ജസ്റ്റിസിനോടാണ് സംസാരിച്ചത്. 1 മിനിറ്റ് നേരം സംസാരിച്ചു. 10-60 സെക്കൻഡ് നേരമായ എന്താണ് ഈ സംഭവം, അയ്യപ്പൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു. ഡോക്ടർ KS മഹേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് അഡ്വക്കേറ്റ് വിഷ്ണു വഴി ഈ കേസ് കൊടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് വളരെ വലിയ വിഷയമായി. അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പ സംഗമം ബുധനാഴ്ചത്തേക്ക് ഇത് മാറ്റിവെച്ചിരിക്കുക. കേസ് ശനിയാഴ്ചയാണ് നടക്കേണ്ടത്, ബുധനാഴ്ചത്തേക്ക് ഇത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ബുധനാഴ്ച എന്ന് പറയുന്നത് കേസ് എടുക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനും അത് നടത്തിപ്പുകാർക്കും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റേ ചെയ്യുമോ, നീട്ടിവെക്കേണ്ടി വരുമോ, അതോ ഉപാധികളോടെ കോടതി അനുവദിച്ചതുപോലെ ഉപാധികളോടെ ഇത് നടത്താൻ സമ്മതിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും കേസ് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് കേട്ട് വാദം കേൾക്കാതെ തന്നെ ഇത് കേസ് തള്ളിപ്പോകും. കാരണം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് ഇതൊരു വിശ്വാസ പ്രമാണത്തിൻ്റെ കേസാണ്. അതിപ്പോൾ സെൻട്രലിൽ വീണ്ടും എടുക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഹൈക്കോടതി അത് എടുത്തിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവ് എന്ത് വരുമെന്ന് നമുക്കറിയില്ല. ബുധനാഴ്ചയാണ് കേസ് വാദം കേൾക്കുന്നത്. ഇത് മാറ്റിവെച്ചത് കൊണ്ട് തന്നെ ജസ്റ്റിസ് BS ഗവായിക്ക് ഇത് പഠിക്കാൻ അവസരം വേണം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അതങ്ങ് തള്ളിയാൽ മതിയായിരുന്നല്ലോ കേസ്. അങ്ങനെ തള്ളാതിരുന്നത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BS ഗവായി ഇത് തള്ളാതെ ജസ്റ്റിസായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള വിനോദ് ചന്ദ്രനോട് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. വിനോദ് ചന്ദ്രൻ വളരെ ജെന്യുവനായിട്ടുള്ള ഒരു സംഘടനകളോട് മമതകളൊന്നുമില്ലാത്ത വളരെ ജെന്യുവനായിട്ടുള്ള ജസ്റ്റിസാണ്, നീതിമാനാണ്. നീതിന്യായ വകുപ്പിൽ വളരെ ഉന്നതമായ ഇൻറ്റഗ്രിറ്റിയുള്ളൊരു ജസ്റ്റിസാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏകദേശം 1 മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് വിഷ്ണു എന്ന് പറയുന്ന ആളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ KS മഹേന്ദ്രകുമാർ എന്ന വിശ്വാസിക്ക് വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. നല്ല ഒരു വിഷയമായി തന്നെ വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഗവായിയുടെ വിധി ബുധനാഴ്ച വരും. ആഗോള അയ്യപ്പ സംഗമം നടക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയാം. നടക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉപാധികൾ ഉണ്ടെന്നുള്ളതും നമുക്ക് ബുധനാഴ്ച മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ച തന്നെ വിധി വരാൻ സാധ്യതയുണ്ട്. എല്ലാ മാധ്യമങ്ങളും, ദേശീയ മാധ്യമങ്ങളും എല്ലാം അയ്യപ്പൻ്റെ ശബരിമല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിയ ഒരു വിധിക്ക് കാത്തിരുന്നത് പോലെ വീണ്ടും ശബരിമല അയ്യപ്പനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് വേണ്ടി മീഡിയകളും സാറ്റലൈറ്റ് ചാനലുകളും സോഷ്യൽ മീഡിയ എല്ലാം കാത്തിരിക്കുകയാണ്. ബുധനാഴ്ച ചീഫ് ജസ്റ്റിസ് ഗവായി ഈ കേസ് കേട്ടിട്ട് എന്തായിരിക്കും പ്രഖ്യാപിക്കുക?